പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വെച്ച് വേണ്ട രീതിയിൽ ഡ്രൈവ് ചെയ്യാത്ത ഒരു നല്ല വിഭാഗം ആളുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ, പിന്നെ പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്കൊരു കാറ് ഓടിക്കാനായിട്ട് കഴിയും. വെറും 10% മാത്രം ഡ്രൈവിംഗ് അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൊരു വാഹനം എടുത്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരികയാണ്. മാനുവൽ ഗിയർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ ഫാദറോ ആരോ ആവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട അത്ര കോൺഫിഡൻസ് കിട്ടുന്നില്ല. അവർക്ക് വേണ്ട അത്ര നമ്മൾ വിചാരിച്ച പോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ ബ്ലെയിം ചെയ്യരുത്. കാരണം ശരിക്കും ഒരു മാനുവൽ ഗിയർ വാഹനം നമ്മുടെയൊക്കെ ടൗണിലൂടെ അത്രയും ട്രാഫിക്കിലൂടെ ഓടിച്ചു പോവുക എന്ന് പറയുന്നത് ശരിക്കും വലിയ ടാസ്ക്കാണ്. ആൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പാഷൻ, അവരുടെ ഡ്രീം എന്ന് പറയുന്നത് കാറ് ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ബസ്സിൽ എൻ്റെ മദറിൻ്റെ കൂടെ ബസ്സിൽ എങ്ങോട്ടെങ്കിലും കയറുമ്പോൾ ഞാൻ ആദ്യം നോക്കുക ഡ്രൈവറെയാണ്. ആ ഡ്രൈവർ എന്താ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പാഷനാണ് ആൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള സ്ത്രീകളും മറ്റുള്ള ആളുകളൊന്നും ഡ്രൈവിങ്ങിനോട് പാഷൻ ഇല്ലാത്ത ആളുകളൊക്കെ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ് ഡ്രൈവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടും. ഓൺലി 10% മാത്രം ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾക്ക്, അതായത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് വേണം. റോട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാറ് സിമ്പിളായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോവുക എന്ന് പറയുന്നത് 10ാം ക്ലാസ് എക്സാമിന് പോകുന്നതിനേക്കാൾ ടെൻഷനിലാണ് പോവുക. ഫൈനലി ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ലൈസൻസ് കിട്ടും. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേൾഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് വുമൺ ആരാന്ന് ചോദിച്ചാൽ അവരായിരിക്കും. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഡ്രീം എന്താണെന്ന് പറഞ്ഞാൽ നാളെ തൊട്ടിട്ട് സ്വന്തം വീട്ടിലെ കാർ എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാദറിൻ്റെ കൂടെ നാളെ തൊട്ടിട്ട് പോവാം, എനിക്ക് ഡ്രൈവ് ചെയ്യാമെന്നൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മുടെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ കാറ് വാങ്ങിക്കും. കാറ് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓഫാവും. കാറ് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഓഫാവും. നമ്മുടെ ഫാദറോ ബ്രദറോ ആരെങ്കിലും നമ്മളെ വഴക്ക് പറയും. പിന്നീട് ഒരു അവസരത്തിൽ വീണ്ടും കയറും, വീണ്ടും ഓഫാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച വണ്ടിയല്ല ഇത്. ആ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഷൈൻ ചെയ്യാറുന്നതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് പരിപൂർണമായിട്ടും നിങ്ങൾക്കൊരു കാറ് ഡ്രൈവ് ചെയ്ത് കോൺഫിഡൻസോട് കൂടി നാളെ തന്നെ നിങ്ങൾക്ക് ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഏറ്റവും അധികം ഉപകാരപ്പെടുക എന്ന് പറയുന്നത് ലൈസൻസൊക്കെ കിട്ടി കണ്ടിന്യൂസായി വഴക്കൊക്കെ കേട്ട് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ മാറ്റിയിട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യില്ല എന്ന് ആഗ്രഹിച്ച് മാറി നിന്ന ഒരു പറ്റം സ്ത്രീകളുണ്ടാവും. അവർക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമാകും. അവർ നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്യണം, നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് അറിയാറുണ്ട്. ഒരുപാട് സ്ത്രീകൾ വിദേശ രാജ്യത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ നൈബേഴ്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മാനുവൽ ഗിയറിൽ പരീക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിരുത്സാഹനം കാരണം ഡ്രൈവിംഗ് ലൈസൻസൊക്കെ മാറ്റി നിർത്തി ഇനി ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഒരു ഓട്ടോമാറ്റിക് കാറാണ്. ഓട്ടോമാറ്റിക് കാർ നിർബന്ധമായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യണം. ഓട്ടോമാറ്റിക് കാർ ചൂസ് ചെയ്ത ആളുകളാണ് ഇന്ന് ഏറ്റവും അധികം നമ്മുടെ റോട്ടിലൂടെ പോകുന്ന എക്സ്പെഷ്യലി സ്ത്രീകൾ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ വാഹനം എന്നല്ല,
ഇതിനേക്കാൾ വലിയ ഏത് വാഹനവും നിങ്ങൾക്ക് നിഷ്പ്രയാസം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ത്രീകൾ ഏറ്റവും അധികം കൺഫ്യൂസ്ഡ് ആവുന്നത് ശരിക്കും നമ്മുടെ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുമ്പോഴാണ്. അതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാർ ചൂസ് ചെയ്യാൻ ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഏറ്റവും അധികം സ്ത്രീകളെന്നല്ല പ്രായമായ ആളുകളും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡ്രൈവിങ് നമ്മൾ പെട്ടെന്ന് 4 വീൽ ഡ്രൈവ്, മാനുവൽ ഗിയർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുക, അത് ഏറ്റവും കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് നല്ല ഒരു എക്സ്പേർട്ടായ ഒരാൾക്ക് മാത്രമേ ടൗണിലൂടെ മാനുവൽ ഗിയർ ഉപയോഗിച്ച് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ട് ഇല്ലാത്തത് കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം ഓഫാവുക, അതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീത്ത കേൾക്കുക, അതിൻ്റെ പേരിൽ ഡ്രൈവിംഗ് ഉപേക്ഷിച്ച ഒരാളുകളെ പറ്റി പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ മാനുവൽ ഗിയറിൻ്റെ ഒരു പ്രയാസം കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ചൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് 2 കാര്യങ്ങളെ വരുന്നുള്ളൂ. ഒന്ന് ബ്രേക്കും ഒന്ന് ആക്സിലേറ്ററും. ബ്രേക്കും ആക്സിലേറ്ററും മാത്രം, ഇത് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡ്രൈവിങ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്കൊരു 10% 20% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആണ്. സ്റ്റിയറിംഗ് കറക്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് വളച്ചു തിരിച്ച് വളച്ചും റോഡിലൂടെ കറക്റ്റ് പോകാനുള്ള ആ ഒരു ബാലൻസ്, ആ ഒരു പെർസെൻറ്റേജ് ഡ്രൈവിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് കാറ് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാനുവൽ ഗിയറിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നൊരു മേഖലയാണ് ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റുക. സ്പീഡിനനുസരിച്ച് ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റുക. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ, ഫാദറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് ഏത് ഗിയറിലേക്ക് മാറ്റണം എന്നറിയാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം ഓഫാവുക. നമ്മൾ ഓട്ടോമാറ്റിക് കാർ ചൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖല തന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് കാർ ഓഫാവുമോ എന്നോ അല്ലെങ്കിൽ ഏത് ഗിയറിലേക്ക് ഇടണമോ അങ്ങനെയുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അപ്പോഴന്നെ നിങ്ങൾക്ക് 80 to 70-80% നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ ടെൻഷൻ എല്ലാം കുറഞ്ഞു. മാനുവൽ ഗിയറിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം 70% നിങ്ങളുടെ ടെൻഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഓട്ടോമാറ്റിക് ഗിയറിൽ നമുക്ക് ആകെ ഉള്ളത് ഒന്ന് ബ്രേക്കും പിന്നെ ആക്സിലേറ്ററുമാണ്. ബ്രേക്കും ആക്സിലേറ്ററും നമുക്ക് യൂസ് ചെയ്യേണ്ട ലെഗ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ലെഗാണ്. നമ്മുടെ ലെഫ്റ്റ് ലെഗിന് നമുക്ക് ഒരു ജോലിയും ഇല്ല. സ്വാഭാവികമായിട്ടും മാനുവൽ ഉപയോഗിച്ചിരുന്ന കുറേ ആളുകൾക്ക് അറിയാതെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ കയറി വരും. അതിനുള്ളൊരു ചെറിയ പ്രാക്ടീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളൊന്ന് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറാവുന്നൊരു കാര്യമുള്ളൂ. ഈ ലെഗ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ആക്സിലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് കാറ് നമ്മുടെ സ്പീഡ് സെൻസ് ചെയ്ത് ഓരോ ഗിയറിലേക്ക് മാറും. നമ്മൾ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടാത്തത് നോക്കിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടെൻഷൻ നമുക്ക് മാറി കിട്ടി. നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷനാവുന്ന, ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന മേഖലയായിട്ടുള്ള നമ്മുടെ ക്ലച്ച് ചവിട്ടി, ഇവിടെ ഇപ്പോൾ ക്ലച്ചാണെങ്കിൽ ഇപ്പോൾ ഈ എൻ്റെ ലെഗിൻ്റെ അവിടെ, അതായത് ലെഫ്റ്റ് ലെഗിൻ്റെ അവിടെ നമുക്ക് എന്തുണ്ടാവും, ക്ലച്ച് ഉണ്ടാവും. ഈ ക്ലച്ച് നമ്മുടെ ഇപ്പോൾ മാനുവൽ ഗിയർ വെഹിക്കിളാണെങ്കിൽ നമ്മുടെ എൻ്റെ റൈറ്റ് ലെഗിൻ്റെ ഇവിടെ ബ്രേക്ക്, ലെഫ്റ്റ് ലെഗിൻ്റെ ഇവിടെ ക്ലച്ചും കൂടെ ഉണ്ടാവും. ആ ക്ലച്ചാണ് നമുക്ക് ഓട്ടോമാറ്റിക് കാറിൽ നിന്ന് നമുക്കുണ്ടാവാത്തൊരു സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാറായിട്ട് ഓടിച്ചാടി നടക്കാൻ കാരണം ഓട്ടോമാറ്റിക് കാർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. കാരണം എല്ലാവർക്കും കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ 10 വർഷമായിട്ട് കാറ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോഴും ഓട്ടോമാറ്റിക് കാർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മാനുവൽ കാർ അവർക്കും എന്താ പറയുക, ഇപ്പോഴും ഞാൻ ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു ടൂറ് പോകുമ്പോൾ കുറച്ച് സമയം മാനുവൽ കാർ കൊടുത്താൽ എന്നോട് ഇപ്പോഴും ചോദിക്കും ഞാനിനി അപ്പോൾ ഈ ഗിയർ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റുക എന്ന് പറയുന്നത് എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സാധനമാണ്.
ഇനി അങ്ങനെ നമ്മൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോവാണ്. കാറ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ഓട്ടോമാറ്റിക് കാറും ബ്രേക്കിൽ കാല് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർട്ടാക്കാൻ പാടുള്ളൂ. ഇനിയാണ് നമ്മൾ ഏറ്റവും സിമ്പിളാക്കുന്ന സാധനം നമ്മുടെ ഗിയർ ബോക്സ്. ഇതൊരു AMT ഗിയർ ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഗിയർ ബോക്സിൽ കാണാൻ പറ്റും ഇവിടെ AMT. ഇതാണ് നമ്മുടെ ഡ്രൈവ്, ഇത് നമ്മുടെ ന്യൂട്രൽ പോയിൻ്റാണ്, ഇതാണ് റിവേഴ്സ്. ഈ റിവേഴ്സിലേക്ക് ഇങ്ങോട്ട് ഇട്ടാൽ നമ്മൾ റിവേഴ്സിലേക്ക് പോകും. ഡ്രൈവ് ഇത്, ന്യൂട്രൽ ഇത് പിന്നെ നമ്മുടെ AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലി വേണമെങ്കിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഈ പ്ലസ് ആൻഡ് മൈനസ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗിയർ ബോക്സ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ AMT ഗിയർ ബോക്സ്. മാരുതിയുടെ വാഹനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗിയർ ബോക്സും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഗിയർ ബോക്സും മൈലേജ് കിട്ടുന്നതുമായ ഗിയർ ബോക്സാണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ലെഫ്റ്റിലേക്കൊന്ന് നീക്കി നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇട്ട് കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് CVT ഗിയർ ബോക്സ്. ഈ P എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ഈ പാർക്കിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. നമ്മൾ കയറ്റത്തു നിന്ന് ബാക്കിലോട്ടൊന്നും ഇറങ്ങാതിരിക്കുന്ന ഒരു ഗിയർ ബോക്സാണ് CVT ഗിയർ ബോക്സ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രശസ്തമായ മറ്റൊരു ഗിയർ ബോക്സാണ് നമ്മുടെ DSG ഗിയർ ബോക്സ്. DSG ഗിയർ ബോക്സും പാർക്കിംഗ് ഉള്ള, ഈ P എന്ന് കാണുന്നത് പാർക്കിംഗ് ആണ്. ഇപ്പോൾ P ഉള്ള ഗിയർ ബോക്സ് ഒന്നും കയറ്റത്തുനിന്ന് പുറകിലോട്ട് ഇറങ്ങില്ല. സ്ത്രീകൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ് അത്തരം ഗിയർ ബോക്സുകൾ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ചെറിയ കാറ്, ഏറ്റവും വില കുറഞ്ഞ കാറായാലും എടുത്ത് നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ പണി കഴിഞ്ഞു, നിങ്ങൾക്കൊരു കാറ് കിട്ടിയാൽ മാത്രം മതി, വേറെ ഒരാൾ ഡ്രൈവറായിട്ടോ കാറിൽ ഒരാളെ നിങ്ങൾ കൊണ്ടുപോകാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക. ഈ പുള്ളിക്കാരത്തിയുടെ ഒക്കെ ഡ്രൈവ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ലോറി, ബസ്സൊക്കെ ഓടിക്കുന്ന പുള്ളിക്കാരിയാണെന്ന്. പക്ഷേ ഈ പാവം പുള്ളിക്കാരിക്കും നമ്മുടെ ഓട്ടോമാറ്റിക് കാറ് മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ. മാനുവൽ കാറ് മുറ്റത്തുനിന്ന് കാർ പോർച്ചിലേക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായിട്ട് കാറ് ഓടിക്കുന്ന ഈ പുള്ളിക്കാരിക്ക് വരെ മാനുവൽ റിസ്ക് ആണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരായ ആളുകൾ ഒന്നും വറിയാവേണ്ട ആവശ്യമില്ല. മാനുവൽ റിസ്ക് തന്നെയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ആളുകൾ നിങ്ങൾ കാർ എടുക്കുകയും വേണം. നിങ്ങൾ കോൺഫിഡൻസോട് കൂടി നിങ്ങളൊരു ഡ്രൈവിന് പോകണം നിർബന്ധമായിട്ടും. എനിക്ക് യൂസ്ഡ് കാറിൻ്റെ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് കാറുകൾ അവൈലബിൾ ആണ്. 1 ലക്ഷം തൊട്ട് മുകളിലേക്കുള്ള ഓട്ടോമാറ്റിക് കാറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും വിളിക്കുക. ഓക്കെ, താങ്ക് യു.